യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ വാഗ്ദത്ത വചന പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനഭാഗം പ്രഭാഷകൻ 11:11 ദൈവം നമുക്ക് സമ്പത്ത് തരും, എല്ലാം തരും. എല്ലാം നേടിക്കഴിയുമ്പോൾ ദൈവത്തെ വേണ്ട എന്ന ചിന്ത, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കാത്ത തരത്തിൽ സമ്പത്ത് ഉപയോഗിക്കുന്ന അവസ്ഥ, അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് നമ്മെ തകർച്ചയിലേക്ക് നയിക്കും. അതാണ് വചനഭാഗം പ്രഭാഷകൻ 11:11 പറയുന്നത്. അധ്വാനിക്കുകയും ക്ലേശിക്കുകയും തിടുക്കം കൂട്ടുകയും ചെയ്യുന്ന ഒരുവനുണ്ട്, എന്നാൽ അവൻ അത്ര തന്നെ കുറവ് അനുഭവിക്കുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, സമൃദ്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെ മനോഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാം ദാനമായി ദൈവം തന്നതാ എങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് സമ്പത്തിന് മേലും എളിമയുള്ള ഹൃദയമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എല്ലാം ദൈവം ദാനമായി നൽകി, അഹങ്കരിക്കാൻ ഒന്നുമില്ല. ഒപ്പം പ്രിയമുള്ളവരെ, ദൈവിക ജ്ഞാനത്തിൽ നിറയുമ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സമ്പത്ത് ഉപയോഗിക്കാൻ സാധിക്കുകയെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഭാഗമാണ് പ്രിയമുള്ളവരെ. എങ്കിൽ ഓർക്കുക, ദാനമായി കിട്ടിയ സമ്പത്ത് ആ ഒരു മനോഭാവത്തോട് ജീവിക്കാനും എനിക്കൊന്നും അഹങ്കരിക്കാൻ വകയില്ല എന്ന് ചിന്തിക്കാനും ഇന്ന് നമ്മെ സഹായിക്കണം. മറക്കരുത് പ്രിയമുള്ളവരെ, ദൈവം ദാനമായി നൽകി ദാനമായി കണ്ടുകൊണ്ട് മറ്റുള്ളവരെ പങ്കുവച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എൻ്റെ സ്വത്തിലൊന്നും എനിക്ക് ഒരിക്കലും അഹങ്കരിക്കാൻ പറ്റത്തില്ല. ഒരു നിമിഷം മതി നമുക്കെല്ലാം നഷ്ടമാകാൻ. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് നമ്മുടെ നിയോഗം സമർപ്പിക്കാം. ഒപ്പം സമ്പത്തില്ലാതെ വേദനിക്കുന്ന മക്കൾ, സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന മക്കൾ, ദാനമായ സമ്പത്ത് ആവശ്യത്തിന് ലഭിക്കുവാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. അൾത്താരയിൽ സമർപ്പിച്ച നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി ദൈവം തീർച്ചയായിട്ടും ഇടപെടും. അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വര ആശീർവാദം അച്ഛൻ തരാം. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അനുഗ്രഹിക്കട്ടെ.